ED ഒരു രാഷ്ട്രീയ സീനുണ്ടാക്കി ഇവിടെ. ഈ പറയുന്ന കേസിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ. എക്സാലോജിക്കും CMRL-ഉം രണ്ട് കമ്പനികളോ കൺസൾട്ടൻസിയോ ഒക്കെയാണത്. അവ തമ്മിലുള്ള ബന്ധമാണ് വിഷയം. ആ ബന്ധത്തിൽ തെറ്റും ശരിയും പറയാൻ ഞങ്ങളാളല്ല. പക്ഷെ അതിൻ്റെ പേരിൽ ആ രേഖയിൽ ഒന്നും ഒരു കക്ഷിയായി എവിടെയും കാണാത്തൊരു പേരാണ് ഈ പേര്, പിണറായി വിജയൻ്റെ പേര്. പിണറായി വിജയൻ കേരളത്തിലെ LDF-ൻ്റെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം LDF-ൻ്റെ നേതാവായി 10 കൊല്ലം ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു നാൾ രാവിലെ എത്തിച്ചേരുകയാണ് വലിയ സന്നാഹങ്ങളുമായിട്ട് ED. 5-8 മണിക്കൂർ നേരം രാജ്യം മുഴുവനും അത് വാർത്ത പറയുകയാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷോ നടത്താൻ ED-ക്ക് എന്ത് കാര്യം? കേസിൻ്റെ വഴിക്ക് പോട്ടെ. അതേപ്പറ്റി CPIക്ക് നിലപാട് ഇത് തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല നിലപാടും ഇടപാടും. പക്ഷേ LDF നേതാവായിട്ടുള്ളൊരു ജനനായകൻ്റെ വീടിന് മുമ്പിൽ ഇത്തരമൊരു നാടകം സംഘടിപ്പിക്കാൻ ED ശ്രമിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം. ED ഈ രാഷ്ട്രീയം പലയിടത്തും കളിച്ചതാണ്. ഡൽഹിയിലും മറ്റ് പല സ്ഥലത്തും സംസ്ഥാനങ്ങളിലും ED ചെയ്തിട്ടുള്ളത്. അതാത് കാലങ്ങളിൽ BJPക്ക് ഇഷ്ടമല്ലാത്തവരെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായോ വഴിയായിട്ടോ ED മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാലിനും കേജ്രിവാളും തേജസ്വി യാദവും അടക്കമുള്ളവർ ഈ റെയ്ഡിനെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ടാണ് EDക്ക് ഒരു പുതിയ പേരുണ്ട്. പുതിയ പേരല്ല, കുറേ പഴയ പേരാണത്. ആ പേരാണ് വാഷിംഗ് മെഷീൻ. ആ മെഷീനിലേക്ക് ഇട്ട് കൊടുത്താൽ ഏത് കളങ്കവും മാറിക്കിട്ടും. ഏത് അഴിമതിയും അപ്പോൾ സത്പ്രവൃത്തിയായിട്ട് മാറും. ഏത് കളങ്കിതനും മാലാഖയായിട്ട് മാറും. 4-ാം നാളിൽ അവർ പാർട്ടി മാറിയാൽ മതി. അവർ ഏത് പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്, ആ പാർട്ടി മാറി BJPയിലേക്ക് വന്നാൽ 6-ാം നാളിൽ അവരെ മുഖ്യമന്ത്രിയാക്കും. ഇതാണ് ആ വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത. ഈ വാഷിംഗ് മെഷീൻ്റെ ട്രേഡ് മാർക്കും ഉൽപ്പാദനവും ഒക്കെ നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. BJP രാഷ്ട്രീയത്തിൻ്റെയും BJPയുടെ ആക്രമണത്തിൻ്റെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് മാറുന്ന ഈ വാഷിംഗ് മെഷീനാണ് ഇവിടെയും ഇത് ചെയ്തത്. ആ വാഷിംഗ് മെഷീനിലേക്ക് തലവെച്ച് കൊടുക്കാനൊന്നും പിണറായി വിജയനോ LDF-ഓ ഒരിക്കലും തയ്യാറല്ല. അതിലൊരു ബന്ധവും LDF-നില്ല.